അടുത്ത പരിപാടി ശ്രുതി ഒരുക്കിയ നാടകമാണ്. സ്വൈരചാരണി എന്ന ഇന്നത്തെ അവസാനത്തെ പരിപാടിയുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു ശ്രുതിയുടെ നാടക സംഘം. Adapted from two true powerful stories set in different parts of the world and time periods, this production intertwines the story of two women whose struggles mirror one another across generations. While time has passed, their experiences of hardship and resilience reveal how little has changed for women, regardless of era or location. Sit back, relax, and enjoy. ശ്രീമതി ശ്രീജ ആറങ്ങോട്ടുകരയുടെ ഓരോരോ കാലത്തിലും എന്ന നാടകത്തെ അയർലൻഡിൽ നടന്ന മഗ്ദലീൻ ലോണ്ട്രീസ് എന്ന ചരിത്ര സംഭവത്തെ ആധാരമാക്കി ശ്രുതി അവതരിപ്പിക്കുന്ന നാടകം സ്വൈരചാരിണി. കേരളത്തിലെ ബ്രാഹ്മണ സമൂഹത്തിൽ സദാചാരത്തിന്റെ പേരിൽ നടപ്പാക്കിയിരുന്ന കുപ്രസിദ്ധമായ ആചാര വിചാരണയായിരുന്നു സ്മാർത്ത വിചാരം. ബ്രാഹ്മണ സ്ത്രീയെ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയാൽ അവളെയും ബന്ധപ്പെട്ട പുരുഷന്മാരെയും ജാതിയിൽ നിന്ന് പുറത്താക്കി നാടുകടത്തുമായിരുന്നു. 1905 അത്തരം ഒരു സ്മാർത്ത വിചാരത്തിലൂടെ കടന്നുപോയ സ്ത്രീയാണ് താത്രി. അയർലൻഡിൽ 18-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അവിവാഹിതരായ അമ്മമാരെയും ദുരുപയോഗം ചെയ്യപ്പെട്ട സ്ത്രീകളെയും സദാചാര ലംഘകർ എന്ന് മുദ്രകുത്തി കത്തോലിക്ക സഭയുടെ കീഴിൽ മഗ്ദലീൻ ലോണ്ട്രീസ് എന്ന സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയും അവിടെ അവർ കടുത്ത പീഡനങ്ങൾക്ക് വിധേയരാവുകയും ചെയ്തു. പതിറ്റാണ്ടുകൾക്ക് ശേഷം മാത്രമാണ് ഈ ഇരുണ്ട ചരിത്രം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. ആ സാഹചര്യത്തിൽ ജീവിച്ച ഒരു ഐറിഷ് അതിജീവിതയാണ് റീത്ത. കാലദേശ ഭാഷ സംസ്കാരങ്ങൾക്കതീതമായുള്ള താത്രയുടെയും റീത്തയുടെയും ഒരു സാങ്കല്പിക കൂടിക്കാഴ്ചയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നാടകരൂപേണ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിലെ കഥയും കഥാപാത്രങ്ങളും പണ്ടത്തേതാണെങ്കിലും ചില സമകാലീന സംഭവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഇതിൽ കാണുമെങ്കിൽ അത് കേവലം യാദർച്ഛികം മാത്രം എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഇത് താത്രിയുടെ കഥയാണ്. ഇത് റീത്തയുടെ കഥയാണ്. അനേകം റീത്തമാരുടെ കഥയാണ്. ഇതൊരു 100,000 സ്ത്രീകളുടെ കഥയാണ്. ഇന്നും തുടരുന്ന കഥയാണ്. Hi, Rita. Papa?
ആ നമ്പ്യാത്തൻ നമ്പൂരി ഉണ്ടായിരുന്നോ അവിടെ? ആ നമ്പീശൻ വരൂ വരൂ വരൂ. നമ്പീശന്റെ സംഗീതം അഭ്യസിപ്പിക്കലൊക്കെ കേമായി നടക്കണമെന്ന് കേട്ടുല്ലോ. മായി പോണു. പട്ടണ സുബ്രഹ്മണ്യയ്യരൊരു പുതിയ നവരാഗമാലിക വർണ്ണം താൻ പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് കേട്ടുല്ലോ. തുടങ്ങി. ആ പാടുന്നതിലൊരു കുട്ടി അസലായിട്ട് പാടുണ്ട്. നല്ല സുഖമുള്ള ശരീരം, നല്ല ശുദ്ധിയും താളബോധവും. എവിടുത്തെയത്? നമ്മുടെ കൽപ്പകശ്ശേരിയിലെ പേര് ധാത്രി. സംഗീതം മാത്രല്ല, സാഹിത്യം, ചിത്രമെഴുത്ത്, അങ്ങനെ വേറെന്തൊക്കെയോ ഉണ്ട് ഇത്ര കുട്ടിക്ക്. എന്നാലും നമ്മുടെ കൽപ്പകശ്ശേരിയിലെ ദാരിദ്ര്യത്തിലൊന്നല്ല ആ കുട്ടി ജനിക്കേണ്ടായിരുന്നേ. കൂറിയടത്തൊക്കെ ജനിക്കേണ്ടായിരുന്നു. ആ എനിക്കെന്താ മുറുക്കാൻ? വേണ്ട. ആ കുട്ടി തന്നെയാണല്ലേ ഈ പാടുന്നത്? അതെ. അല്ലെങ്കിൽ തന്നെ ഈ കൽപ്പകശ്ശേരിക്ക് ഇതിനുള്ള വഹയൊന്നുമില്ല. ആ കുട്ടി ഒരു കൂട്ടം മോഹം പറഞ്ഞപ്പോ ഇവിടെ കൊണ്ടാക്കിയതാ പാട്ട് പഠിപ്പിക്കാൻ. നന്നായി. പെങ്കിടാങ്ങൾക്ക് പാട്ടും കളിയോണ്ടൊന്നും ഒരു കാര്യമില്ല. ശരിയാ. അതെ. രാത്രിക്ക് ഒരു കൂട്ടൊക്കെ അയച്ചാല് ഏതെങ്കിലും ഇല്ലത്തേക്ക് തള്ളിവിടാൻ പറയാ ആ കൽപ്പകശ്ശേരിയോട്. എന്താച്ചാ ഞാനും സഹായിക്കാം. അതന്നെയാ വേണ്ടത്. എന്നാലും ഞാൻ ഒട്ടനവധി കുട്ടികളെ അഭ്യസിപ്പിച്ചിട്ടുണ്ടേ. അവർക്കൊന്നുമില്ലാത്ത എന്തോ ചിലത് ഈ കുട്ടിക്കുണ്ട്. പ്രായത്തെക്കാളും വളർച്ചുള്ള മനസ്സാ അതിൻ്റെത്. നേരെ സന്ധ്യയായി. ഞാൻ കുളി സന്ധ്യാവന്തനൊക്കെ കഴിച്ചിട്ട് വരാം. എന്നാ ശരി, ഇങ്ങനെ ആവട്ടെ നമ്പീശൻ. താത്രി, താത്രി അവിടെ ഉണ്ടോ? താത്രി ഇല്ലത്ത് പോയി എനിക്ക് ചിറ്റാളിലും ഉണ്ട് ഈ കൊളപ്പരയിലേക്ക് കൊണ്ടുവരൂ. നേരെ സന്ധ്യയായി. കുളി കഴിഞ്ഞ് ഞാൻ നിന്നെ വാരത്തിന് അമ്പലത്തിലേക്ക് കൊണ്ടുപോവാ. ശരി, ഞാൻ കൊണ്ടുവരാട്ടോ. അടുത്ത് വരൂ കുട്ടി. എനിക്ക് പോണം. ഇവിടെ കിടക്കൂ താത്രി. എന്നെ വീടൂ. കിടക്കാല്ലേ പറഞ്ഞ താത്രി. എന്നെ വീടൂ. എന്നെ വീടൂ. നമ്പീശൻ, നമ്പീശൻ ഇവിടെ. ചിറ്റാനുള്ള മുണ്ട് മറന്നു വെച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായി നമ്പീശൻ. താൻ പറഞ്ഞില്ലേ പ്രായത്തിൽ കവിഞ്ഞ മനസ്സാണ് അതിൻ്റെതെന്ന്. മനസ്സ് മാത്രല്ല, ശരീരം. ഇതൊന്നും സാരല്ല നമ്പീശ. അതെ, ആരും അറിയണ്ടെന്നേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും ഒരു ദോഷമില്ലാന്ന്. അതന്നെ, ഇതൊക്കെ നമ്മൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. അതെ 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 അതെ. എന്തായാലും ഞാൻ കുളിച്ച് ശരീരമൊക്കെ ഒന്ന് ശുദ്ധാക്കിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോ പോയിട്ടൊന്ന് മനസ്സും ഒന്ന് ശുദ്ധാക്കിയേക്കാം. അതെ താത്രി, എനിക്കൊരു മോഹമുണ്ട്.
ഇത് പുറത്താരും അറിയണ്ട വെച്ചാല് എന്റെ മോഹം ഇങ്ങട് സാധിപ്പിച്ച് തന്നോളൂ. അതാ നിനക്ക് നല്ലത്. ഇതുകൊണ്ടൊന്നും ഒരു മോശവും വരാനില്ല. ഇതൊന്നും ആരും അറിയാനും പോണില്ല. ആ കർത്താവേ, ഇനി ഞാൻ എന്ത് ചെയ്യും? തമ്പുരാനെ, ഈ കുടുംബത്തിന്റെ മാന കളഞ്ഞല്ലോ ഈ നഷ്ടങ്ങൾ. ഇനി ഞാൻ എന്ത് ചെയ്യും? 2 മാസം ഇവിടെ കഴിഞ്ഞ നാട്ടുകാരെല്ലാരും അറിയും. കർത്താവേ, ഇതെന്തൊരു പരീക്ഷണം. ഇനി എങ്ങനെ ഞാൻ പുറത്തിറങ്ങും? കർത്താവേ, ഈ ഭാവിയോട് പൊറുക്കണമേ. അമ്മ, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അമ്മ. ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. ഞാനല്ല. എനിക്കത് ആരോടും പറയാൻ പറ്റില്ല അമ്മ. എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. നീ കുടുംബം തകർത്തെ അടങ്ങുള്ളല്ലേ? ഇതെങ്ങാനും പുറത്തറിഞ്ഞ ഞാൻ എന്തൊക്കെ കേൾക്കണം? നീ വരുത്തി വെച്ച ഈ അപമാനം എന്റെ കുടുംബം തകരാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. കർത്താവേ, മഹാപാപിയോട് പൊറുക്കണമേ. ഈ അപമാനത്തിൽ നിന്ന് എങ്ങനെ കരകയറും? റീറ്റ, നീ വരുത്തി വെച്ച ഈ അപമാനം നീ തന്നെ വില കൊടുക്കണം. നീ ചെയ്ത ഈ പാപത്തിന് നീ തന്നെ പ്രായശ്ചിത്തം ചെയ്യണം. മനസ്സിലായോ? അമ്മ, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അമ്മ. ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. സത്യമായിട്ട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല അമ്മ. ഇതിന്റെ സത്യം എനിക്ക് ആരോടും പറയാൻ പറ്റില്ല അമ്മ. അമ്മയോട് പോലും പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ആരും വിശ്വസിക്കില്ല. നിർത്തട്ടെ. ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. മിണ്ടരുത്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നിന്നെ ഞാൻ കോൺവെന്റിലാക്കും. നീ അവിടെ നിന്ന് പാപമോചനം നേടും. നമുക്ക് വേറെ വഴിയില്ല മോളെ. ഇതല്ലെങ്കിൽ കുടുംബം തകരും. ഞാൻ മദറിനെ കണ്ടിട്ട് വരും. എനിക്ക് എവിടെ പോകണ്ട അമ്മ. പ്ലീസ് അമ്മ. അമ്മ, എനിക്ക് എവിടെ പോകണ്ട അമ്മ. പ്ലീസ് അമ്മ. നിന്റെ അമ്മ എല്ലാം പറഞ്ഞു. കരയണ്ട. ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? കുട്ടി, നീ പ്രാർത്ഥിക്കുക. കർത്താവ് ആരെയും കൈവിടില്ല. പാപികളെയും കർത്താവ് കൈവിടില്ല. അവൻ നിനക്കൊരു വഴി കാണിച്ചു തരും. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നീ ഇവിടെ നിന്നാൽ അത് എല്ലാവർക്കും ദോഷമേ ചെയ്യൂ. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ കോൺവെന്റിലേക്ക് വരൂ. അവിടെ നിനക്ക് അഭയമുണ്ട്. നീ അവിടെ സുരക്ഷിതയായിരിക്കും. ഒന്നും ഭയക്കേണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. കോൺവെന്റിൽ നിനക്ക് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാം. നിന്റെ പാപങ്ങൾ കഴുകിക്കളയാം. നിനക്ക് പറ്റിയ അവമാനം പുറത്താരും അറിയില്ല. കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവൻ നിന്നെ കൈവിടില്ല. മദർ, എന്റെ മോളെ നോക്കിക്കോണേ. ഒരു ബുദ്ധിയില്ലാത്ത പെണ്ണാണ് അവള്. റീറ്റ,
വരൂ നമുക്ക് പോകാം. അമ്മ പ്ലീസ് അമ്മ, നീ വീഴ്ച, നീ അവരുടെ കൂടെ പോ പ്ലീസ് അമ്മ, എനിക്ക് പോ. ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇല്ല അമ്മ, പ്ലീസ് അമ്മ. ഈ അപമാനത്തിൽ നിന്ന് എങ്ങനെ കരഞ്ഞു? ഇത് താങ്ങാനുള്ള ശേഷി എനിക്കില്ല. ആളെ എനിക്ക് മനസ്സിലായി മാധവ. ഇന്നലത്തെ വേഷം അസലായിട്ടോ. എന്നാലും ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അടുത്ത പ്രാവശ്യം നളന്റെ വേഷം തന്നെ വേണം. ഇവിടെ ഒന്നും നടപ്പില്ലാത്ത നളചരിതമാടണമെന്നല്ലേ? താത്രി, ഈ മാധവനെ കൊണ്ട് സാധിക്കണമെന്ന് പറയൂ. നളചരിതം പോലെ പ്രണയതീവ്രമായ ഒരു ആട്ടക്കഥ വേറെ ഇല്ല. നിനക്കിത് കേക്കണ്ട. താത്രക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് പറയാനുള്ളത് നമ്മുടെ കാര്യം തന്നെയാ. ഇങ്ങനെയാ തുടങ്ങണ്ടേന്ന് അറിയണില്ല. പറയാതെ തന്നെ മാധവൻ അറിയാലോ. അതിപ്പോ ഞാൻ താത്രി, ഞാനിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചാ പറയൂ. എന്റെ മനസ്സില് കഥകളിയിലെ നളനും ദമയന്തിയും അർജുനനും പാഞ്ചാലിയും ഒക്കെ ആടി പാടി കളിക്കാറുണ്ട്. അവരുടെയൊക്കെ ഒപ്പം മാധവ അങ്ങും. താത്രി, നീ എനിക്ക് രമയാണ്, എൻ്റെ ഉമയാണ്, എൻ്റെ മോഹിനിയാണ്. വരൂ, വരൂ.
മാധവ മാധവ ഒന്നും പറയാണ്ട് പോവാണോ? ഇതിലൊക്കെ താത്രി എന്തത്ര വിഷമിക്കാനുള്ളത്? ഞാൻ ഇത്രയൊക്കെ കരുതിയിട്ടുള്ളൂ. പിന്നെ നമ്പ്യാത്തനും നമ്പീശനും ഒക്കെ ആവാങ്കി എനിക്കും ആവാം. അവളുടെ പ്രണയവും പാണ്ഡിത്യവും. നിന്റെ നളനായിട്ടാണ് ഞാൻ വന്നതെങ്കിലും ഈ കീചകവേഷമാണ് എനിക്കിഷ്ടം. മാധവ അരികിൽ അങ്ങും വരിക. റീറ്റ വരൂ. ഇത് മാറിയിട്ട് വരൂ. ഇങ്ങോട്ട് മാറി നിൽക്കൂ. റീറ്റ, നീ ഒരു പാപിയായിരിക്കാം, ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിയമങ്ങൾ ലംഘിച്ചിരിക്കാം. പക്ഷെ ഇവിടെ മഗ്ദലന മറിയം ചെയ്തതുപോലെ നിനക്ക് നിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാം. നിന്റെ പാപങ്ങൾ കഴുകിക്കളയാം. ദയാനിധിയായ കർത്താവ് നിന്നോട് ക്ഷമിക്കട്ടെ. ഈ കോൺവെന്റിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എല്ലാവരും കർശനമായി പാലിച്ചേ പറ്റൂ. തെറ്റിച്ചാൽ കടുത്ത ശിക്ഷകളുണ്ടാകും. മനസ്സിലായോ? ആദ്യമായി ഇവിടെ ആർക്കും സ്വന്തം പേരില്ല, നിനക്കും. പിന്നെ ഈ ഒരു അവസരത്തിൽ നിന്റെ ശരിക്കുള്ള പേര് ആരും അറിയാതിരിക്കുന്നതല്ലേ നിനക്കും നല്ലത്. നിന്റെ നമ്പർ 67 ഇനി മുതൽ നിന്റെ പേര് നിന്റെ നമ്പർ തന്നെ, കേട്ടല്ലോ? 67. 67? നീ ആരോടും വെറുതെ സംസാരിക്കാൻ പാടില്ല, ഇവിടെയുള്ള മറ്റ് പെൺകുട്ടികൾ ഉൾപ്പെടെ. സൈലൻസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സദാസമയം ദൈവവിചാരം മാത്രം. ഇന്ന് മുതൽ നിന്റെ പ്രധാന ജോലി തുണി കഴുകലാണ്. എന്നും രാവിലെ കൃത്യം 5 മണിക്ക് ഇവിടെ ജോലി ആരംഭിക്കും. ഈ ജോലിയിലൂടെ നിനക്ക് നിന്റെ പാപങ്ങളും കഴുകിക്കളയാം. ആയിരക്കണക്കിന് തുണികൾ വരും ഇവിടെ. എല്ലാം വൃത്തിയായി ചെയ്യണം. ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? സിസ്റ്റർ, Mother! silence! Mother! Silence! No speaking to anyone. Silence is most important. Silence always.
കൽപ്പകശ്ശേരി നമ്പൂതിരിയുടെ മകൾ താത്രിയെ മുൻകാലങ്ങളിൽ ചൂഷണം ചെയ്ത കുറിയേടത്ത് നമ്പ്യാത്തൻ, നമ്പീശൻ തുടങ്ങിയവരുടെ നിർബന്ധപ്രകാരം നമ്പ്യാത്തന്റെ അനുജൻ രാമന് വേളി കഴിച്ചു കൊടുക്കുന്നു. ഗുരുവായൂരപ്പാ, ഇവിടെ ആവാം. ഓ, ഔ, ധാത്രിയെ പറ്റി ഇഷി കേട്ടിക്കണു. പാഞ്ചാലിയുടെ സൗന്ദര്യാന്നാ ഏട്ടൻ പറഞ്ഞിരിക്കണേ. ഔ, ഇനി ഇതാ നമ്മടെ അറാന്നാ ഏട്ടൻ പറഞ്ഞിരിക്കണേ. അല്ല, ഇങ്ങനെ നിക്കണമെന്നില്ല കേട്ടോ, അങ്ങനെ ഇരിക്കാം. രാമ, വാതിൽ തുറക്കോ. അമ്മയും കുട്ടിയോളും ചെറിയമ്മേൻ അമ്പലത്തിൽ കളി കാണാൻ പോവാൻ നിൽക്കണു, കാത്തു നിൽക്കണു. അവിടെ കൊണ്ടാക്കൂ. ഈ രാത്രി എങ്ങടും പോണ്ടാട്ടോ. നമ്മള് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങല്ലേ ഇന്ന്. അല്ല, അതിപ്പോ വാതിൽ തുറക്കാനല്ലേ പറഞ്ഞ രാമ. ഏട്ടൻ വിളിക്കണ കേട്ടില്ലേ? ഏട്ടനെ കുറിച്ച് ധാത്രിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഏട്ടനെ കുറിച്ച് നിക്കറിയണ പോലെ വേറെ ആർക്കാ അറിയാ? വാതില് തുറക്കാനല്ലേ പറഞ്ഞത്? ചവിട്ടി തുറക്കണോ ഞാൻ? ഹായ്, എന്തായി കാണുന്നത്? സാക്ഷാൽ പാഞ്ചാലി തന്നെ. എന്റെ രാമന് കിട്ടിയൊരു ഭാഗ്യേ. അല്ല, ഈ ഭാഗ്യം കൊണ്ടത് ഞാൻ തന്നെയാണല്ലോ. അപ്പൊ പിന്നെ ഈ ഭാഗ്യം എനിക്കുള്ളത് തന്നെയല്ലേ? അല്ലേ ധാത്രി? അത് നടക്കില്ല. നിന്റെ വീറും വാശിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടാ. കുറെ നാളായില്ലേ നാട്ടില് മോഹിനിയാട്ടാടി നീ നടക്കണു. ഇനി അറയില് മതി നിന്റെ ആട്ടവും ചിരിയൊക്കെ. അത് നടക്കില്ല. കടക്ക് പുറത്ത്. കൊടന്ന് പോകാനല്ലേ പറഞ്ഞത്? എനിക്ക് എന്താ ചെയ്യണേന്ന് അറിയാം. അവളുടെ ഒരു അഹങ്കാരേ. നോക്കട്ടെ എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന്. അതെ, ഇനി അഴിഞ്ഞാടാൻ തന്നെയാണ് ഭാവം. എനിക്കിനി ലളിതയായും പൂതനയായും
പാഞ്ചാലിയായും ഒക്കെ ആടണം. അർജുനനും ഭീമനും ഒക്കെ എന്റെ ഒപ്പം ആടും. പക്ഷേ അതൊന്നും ഇനി വേറെ ആരുടെ ഇഷ്ടത്തിനല്ല, എന്റെ ഇഷ്ടത്തിനാണ്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, മദർ പാപികളായ മദർ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. മദർ പ്ലീസ് മദർ, എൻ്റെ കുഞ്ഞിനെ കാണണം. എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് തൊട്ടത് പോലും ഇല്ല മദർ. പ്ലീസ് മദർ. സൈലൻസ് 67. എൻ്റെ കുഞ്ഞിനെ ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ല അല്ലേ സിസ്റ്റർ? മദർ പ്ലീസ് മദർ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു മദർ. പ്ലീസ് മദർ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം മദർ. പ്ലീസ് മദർ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം മദർ. പ്ലീസ് മദർ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം മദർ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. ഇവളെ തോളിന്റെ സെല്ലിലിടൂ. ഇവളൊരാളും കാണണ്ട. കുറിയേടത്ത് മനക്കൽ രാമൻ നമ്പൂതിരിയുടെ അന്തർജനവും കൽപ്പകശ്ശേരി മനക്കൽ അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ മകളുമായ താത്രി എന്ന സാവിത്രി അന്തർജനത്തെ അടുക്കള ശങ്ക ആരോപിച്ച് അതിന് തക്കവണ്ണം അഞ്ചാമ്പരയിലാക്കാൻ കൊച്ചി വലിയ തമ്പുരാൻ തിരുമനസ് കൽപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാത്തോലെ, ഇങ്ങനെ എത്ര ദിവസം ഉണ്ടാവും ഈ അഞ്ചാമ്പരയില്? അറിയില്ല മാധവി. കുഞ്ഞാത്തോലെ, ആലോചിക്കും തോറും അടിയന് പേടിയാവണു. ഇനി എന്തൊക്കെയാ ഉണ്ടാവുക? നീ എന്തുണ്ടാവാനാ മാധവി? എനിക്കിപ്പം നല്ല ഉറപ്പാ ഞാൻ എന്താ വേണ്ടേന്ന്. ഓരോരുത്തരായി ഈ അഞ്ചാമ്പരയില് ഒളിച്ചും പാത്തും വന്ന് നമ്മളോട് യാചിച്ചത് ഓർമ്മയില്ലേ? അവരുടെയൊക്കെ പേര് പറയരുതെന്നും അവരെയൊക്കെ രക്ഷിക്കണമെന്നും. എന്നിട്ടോ നിനക്കും എനിക്കും കഴിയാനുള്ളത് എന്താച്ചാ തരാന്നു. നളനായും അർജുനനായും വന്ന് മാധവനെ അടക്കം നമ്മൾ ആട്ടി ഓടിച്ചില്ലേ? എന്തിനു പറയുന്നു? കുഞ്ഞാത്തോളുടെ അച്ഛനും വന്നപ്പോ വാത്സല്യം കൊണ്ടാണോ പേടി കൊണ്ടാണോ എന്ന് സംശയിച്ചില്ലേ? എന്തായി കുഞ്ഞാത്തോല് കാട്ടണേ? അടിയനെ തൊടുവേ? നീയും ഞാനും ഒക്കെ തമ്മില് എന്താ വ്യത്യാസം മാധവി? നീ നീ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ശരിയാ, അടിയന്റെ സ്ഥിതിയും ഇതൊക്കെ തന്നെ. ഓരോരോ തമ്പ്രാക്കന്മാരുടെ ഇഷ്ടത്തിന് തുള്ളുക. മാധവി, നടക്കൂ. ഇതാടാ വന്നു ഒഴിക്ക. ആരുമില്ല ഇവിടെ. അടിയൻ ഉവ്വ്. പെണ്ണെ, എന്താണ്ട പേര്?
മാധവി. മാധവി, അകത്ത് ആരാ? കുറിയടത്ത് താത്രി കുഞ്ഞാത്തൊല്. ഇതെന്താ ഇല്ലട്ട് അകത്തിരിക്കേണ്ട ആള് 5-ാം പേരയില്? എന്താ ഇങ്ങനെ കുത്തി ചോദിക്കണത് ആവശ്യമില്ലാണ്ട്? അങ്ങനെയൊക്കെ ചോദിക്കണം ഒരു വഴക്കം. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. മാധവേ, സാധനം അകത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്ക. മനസ്സിലായില്ലേ താത്രി എന്ന സാധനം? അടിയൻ. എല്ലാം വിശദമായിട്ട് എഴുതണം. പ്രഥമൻ. പ്രഥമൻ അത് കേമായിട്ടാ. തുടങ്ങിയാലോ? കുറിയേടത്ത് രാമൻ നമ്പൂതിരിയുടെ അന്തർജനവും കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ മകളും ആയ താത്രി എന്ന സാവിത്രിയുടെ സ്മാർത്ത വിചാരം ഇവിടെ തുടങ്ങുന്നു. മാധവേ, കുറ്റസമ്മതത്തിന് തയ്യാറാണോ ചോദിക്കൂ. അടുക്കള സംഖ്യ ഉണ്ടായിട്ട് സമ്മതിക്കണ്ടോ? അവര് ചോദിക്കണോ? എന്താ തന്നെ ഈ അടുക്കള സംഖ്യ എങ്ങനെയുണ്ടായേ? ടോട്ടല് അതോ തീണ്ടല്? ചോദ്യത്തിന്റെ കടുപ്പം കൂടുന്നുണ്ടോന്നൊരു ശങ്ക. എന്താ തന്റെ പേരും വരുന്നൊരു സംശയം ഉണ്ടോ? എന്റെ പേരോ? അതുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഇരിക്ക അവിടെ ഇരിക്ക. അതൊക്കെ എങ്ങനെ തന്നെയാണ്. കുറ്റസമ്മതത്തിന് തയ്യാറാണോ ചോദിക്കൂ മാധവി. അതിന് ഞാൻ ചെയ്ത കുറ്റം എന്താന്ന് ചോദിക്കൂ മാധവി. നിന്റെ അടുക്കള സംഖ്യയും ഒഴിഞ്ഞാട്ടം തന്നെ. അത് ഞാനിനി വിശദീകരിക്കണോ? എന്താത്? എന്റെ കാര്യം പറഞ്ഞത് കേട്ടില്ലേ? അടുക്കള സംഖ്യയും അഴിഞ്ഞാട്ടോ. ഞാൻ വിശദാക്കാം, എല്ലാം വിശദാക്കാം. കുട്ടിക്കാലം തൊട്ടുള്ളത് തന്നെ ആവാം. അല്ലേ മാധവി? ഇതിനൊക്കെ എന്താ തെളിവ് ചോദിക്കൂ മാധവി. തെളിവുകളോ? തെളിവുകളോ? ഞാൻ പറയാ. നമ്പ്യാത്തൻ നമ്പൂരിയുടെ മർമ്മസ്ഥാനത്ത് ഒരു വസൂരിക്കല, നമ്പീശന്റെ ചില സ്ഥാനങ്ങളിലെ ബലക്കുറവ്, മാധവന്റെ അപസ്മാരദീനം. കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇനിയും പറയാം. ഗോവിന്ദന്റെ തേഞ്ഞ പല്ലുകള്, പിന്നെ ആ ആനക്കമ്പുള്ള നമ്പൂതിരിയില്ലേ, അയാളുടെ മർമ്മസ്ഥാനത്തൊരു തടിപ്പ്. അങ്ങനെ എത്രയോ പേരുകളും തെളിവുകളും ഉണ്ട്. അതെല്ലാം പറഞ്ഞു വരുമ്പോ 65-ാമത്തെ ആൾ. മതി മതി, ഇത് എവിടെ നിർത്താം? ഈ സ്മാർത്ത വിചാരം ഇവിടെ നിർത്താം. കുറിയേടത്ത് രാമൻ നമ്പൂതിരിയുടെ അന്തർജനവും കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ മകളും ആയ താത്രി എന്ന സാവിത്രിയുടെ സ്മാർത്ത വിചാരം ഇവിടെ പൂർത്തിയാവുന്നു. ഒരു അതൊന്നും കേട്ടിരിക്കാൻ വയ്യ. ഇവരെന്നെ പടിയടച്ച
പിണ്ടം വെക്കുമെന്ന്, ഇവരെന്നെ ഭ്രഷ്ടാക്കുമെന്ന് ഞാൻ ഇനിയും ഉറക്കെ ഉറക്കെ പറയാം. 65-ാമത്തെ ആൾ രാജമുദ്രയോ? സെനറ്റർ മാർട്ടിൻ മെക്കാലിസ് അന്വേഷണ റിപ്പോർട്ട് പ്രകാരം 1922 മുതൽ 1996 വരെയുള്ള കാലഘട്ടത്തിൽ അവിവാഹിതരായ അമ്മമാരായതിനും വഴിപിഴച്ചവരായ എന്ന് പേര് പറഞ്ഞു, അതല്ലെങ്കിൽ വഴിപിഴച്ചു പോയാലോ എന്ന് കരുതിയോ 10,000-ലധികം സ്ത്രീകളെ നമ്മൾ അടിമകളാക്കി കടുത്ത ചൂഷണങ്ങൾക്ക് വിധേയരാക്കി. അവരിൽ ഭൂരിഭാഗവും വള്ളി നടത്തുന്ന മാഗ്ദലിൻ ലോണ്ടറി എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങളിലോട്ട് അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയക്കപ്പെട്ടവരായി. അവിടെ നിരന്തരമായ കഠിന ജോലിക്ക് ശേഷവും അവർക്ക് ശമ്പളമോ പെൻഷനോ സാമൂഹിക സംരക്ഷണമോ ലഭിച്ചില്ല. അയർലൻഡ് എന്ന ഈ രാജ്യം ഈ സ്ത്രീകളുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിനാൽ ഈ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്ന ഓരോ സ്ത്രീകളും ഈ രാജ്യം നിർവ്യാജം ക്ഷമാപണം രേഖപ്പെടുത്തുന്നു. ഒരു കുറ്റം ചെയ്യാതെ 30 വർഷം കഠിന കടം അനുഭവിച്ച എന്നോട് ക്ഷമാപണം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് എന്താവാനാ? നേരിട്ട് ഈ ക്രൂരതയെല്ലാം ചെയ്തവരാകട്ടെ മിണ്ടുന്നത് പോലുമില്ല. ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് എല്ലാം ശരിയായി അല്ലേ? അത് അന്നത്തെ രീതികൾ അതായിരുന്നു. പഴയ കാലമല്ലേ. ഞങ്ങളും മനുഷ്യരാണത് എല്ലാരും മറന്നു. എല്ലാരും, നിങ്ങളും. ഞങ്ങൾ എല്ലാവരും തെറ്റുകാരാണ്. പ്രധാനമന്ത്രി തന്നെ ക്ഷമാപണം നടത്തിയത്. ശരിയാണ്. പക്ഷേ ഇതെല്ലാം ചെയ്തു കൂട്ടിയ സഭ എവിടെയെങ്കിലും ആത്മാർത്ഥമായ ക്ഷമാപണം നടത്തിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറയൂ. ആർക്കും ഉത്തരവില്ല അല്ലേ? എന്തായിരുന്നു ഞാൻ ചെയ്ത കുറ്റം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഞാൻ ചെയ്ത കുറ്റം? നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? എന്റെ കുറ്റോ? ഈ ആണുങ്ങളുടേത് മാത്രമായ ലോകത്തില് ഒരു പെണ്ണായി ജനിച്ചു എന്നുള്ള കുറ്റം തന്നെ. അന്നത്തെ സദാചാര മൂല്യങ്ങൾ ഞങ്ങൾ പാലിച്ചല്ലേ പറ്റൂ. ആരുടെ സദാചാര മൂല്യങ്ങൾ? ആരുടെ സദാചാരം? ഇതൊക്കെ ഈ ആണുങ്ങൾ പറയണതല്ലേ. ചില ആണുങ്ങൾ സ്ത്രീകൾക്കായി ഉണ്ടാക്കിയ ചില ചങ്ങലകൾ പൊട്ടിച്ചെറിയണം. ഇതല്ല ഞാനൊരു ഇരയായിരുന്നു. വെറും ഒരു ഇര. നമ്മെ സംരക്ഷിക്കേണ്ടവർ തന്നെ സ്വന്തം വീട്ടിലും സ്ത്രീക്ക് സുരക്ഷയില്ലെങ്കിലോ അതെന്റെ തെറ്റാണോ? അതെന്റെ തെറ്റാണോ? ഞാനുമായിരുന്നു പലരുടെയും ഇര. പകൽ വെളിച്ചത്ത് നടക്കുന്ന പല മാന്യന്മാരുടെയും ഒളിച്ചത്ത് പതുങ്ങി വന്ന ചിലരുടെയും. നിക്ക് നീതി കിട്ടിയില്ല. നിക്കവരുടെ നീതി വേണ്ട. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല കുട്ടി.
എന്നിട്ടും അവരെന്നെ ശിക്ഷിച്ചു. എൻ്റെ ബാല്യവും യൗവനവും എല്ലാം നിങ്ങൾ കവർന്നെടുത്തു. എന്തായിരുന്നു ഞാൻ ചെയ്ത കുറ്റം? നിങ്ങൾ തെറ്റുകാരിയല്ല. എങ്കിൽ ഒരിക്കൽ കൂടെ പറയൂ. അതെ, നിങ്ങൾ തെറ്റുകാരിയല്ല. ഉറക്കെ ഈ ലോകം മുഴുവനും കേൾക്കട്ടെ. മദർ, കുഞ്ഞെ, നീ വ്യക്തിപരമായി ഉത്തരവാദിയായിരുന്നില്ല. ഇപ്പോ ഉത്തരവാദിയായിരുന്നില്ല അത്രേ. എങ്കിൽ ആരാണ് ഉത്തരവാദി? പറയൂ, ആരാണ് ഉത്തരവാദി? എന്റെ സ്വാതന്ത്ര്യം മോഷ്ടിച്ചതാരാണ്? എന്റെ ജീവിതം മോഷ്ടിച്ചതാരാണ്? എന്റെ കുഞ്ഞിനെ മോഷ്ടിച്ചതാരാണ്? പറയൂ. നിങ്ങൾ ഞങ്ങളെ കൂലിയില്ലാത്ത അടിമകളാക്കി. വെറും അടിമകൾ. നിങ്ങളെല്ലാം കവർന്നെടുത്തു. അവസാനം സ്വന്തം പേര് പോലും ഇല്ലാത്ത ഞാനൊരു വഴിപിഴച്ചവൾ. ഞാൻ വെറും ഒരു വഴിപിഴച്ചവൾ. ആരോ ചെയ്ത തെറ്റിന് നീ എന്തിനാ തലകുനിക്കണത്? തെറ്റ് ചെയ്തവരല്ലേ തലകുനിക്കേണ്ടത്? വരൂ, വെളിച്ചത്തേക്ക് വരൂ. നിന്നെ തള്ളി പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ധൈര്യമായി തല ഉയർത്തി നിൽക്കൂ. ഇവരെല്ലാവരും കാണട്ടെ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി പറയൂ, ഞങ്ങളിനി തളരില്ല, ഞങ്ങളിനി ഒളിക്കില്ല. ഞങ്ങളിനി തളരില്ല, ഞങ്ങളിനി ഒളിക്കില്ല. ഇനിയും ജനിക്കാനിരിക്കുന്ന ഓരോ പെൺകുട്ടികളോടും ഞങ്ങൾക്കിതേ പറയാനുള്ളൂ. പോരാടുക, പോരാടുക, നിങ്ങൾ പോരാടുക. പിന്നിട്ട പോർവഴികളോളം വരില്ലിനി, മുന്നിൽ വെളിച്ചത്തിലേക്ക് ദൂരം. തീയിൽ ചവിട്ടും കരുത്തായി നടക്കു നീ, വെയിലേറ്റുവാടാതിരിക്കാൻ. തീയിൽ ചവിട്ടും കരുത്തായി നടക്കൂ നീ, വെയിലേറ്റുവാടാതിരിക്കാൻ. വെയിലേറ്റുവാടാതിരിക്കാൻ.